ഹലോ ഗൈസ്, ഞാനൊരു ബോച്ചേറ്റി വാങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഇലക്ട്രിക് റോളിലൊന്നും പങ്കെടുക്കാത്ത ആളാണ്. പക്ഷെ ഈ ബോച്ചേറ്റി എന്തുകൊണ്ട് എനിക്ക് വാങ്ങണം തോന്നി. ഞാൻ 40 രൂപ കൊടുത്തിട്ട് ഒരു ബോച്ചേറ്റി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ബോച്ചേറ്റി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് ഇതിൽ പ്രൈസ് അടിച്ചിട്ടുള്ളതെന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ബോച്ചേറ്റി 25 കോടിയുടെ സമ്മാനം. ഇതിങ്ങനെ കട്ട് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. അപ്പൊ അതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ടിക്കറ്റ് വെച്ചിട്ടുണ്ടാകുക ഈ ഭാഗത്താണ്. ഞാൻ ടിക്കറ്റും കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തത്. കണ്ടോ, എൻ്റെ ടിക്കറ്റ് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടിക്കറ്റ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതും നമുക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നോക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പിന്നെ മുമ്പായിട്ട് നമുക്ക് ബോച്ചെ ടീയുടെ പാക്കറ്റ് കൊണ്ട് ഇന്ന് കട്ട് ചെയ്തിട്ട് ടീ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയേക്കാം. എത്രത്തോളം ടീ ഉണ്ട്? 40 രൂപയാണ് നമുക്ക് ടീക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ടീ ആണ് കേട്ടോ. അപ്പൊ ബോച്ചെറ്റി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ബോച്ചെറ്റി എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ ബോച്ചെറ്റി എന്ന് സെർച്ച് ചെയ്തിട്ട് അവരുടെ ഒഫീഷ്യൽ പേജിലേക്ക് പോവുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ പേജിലേക്ക് നമുക്ക് എത്തും. കുറച്ച് ലോഡിങ്ങിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല. കുറച്ച് ലോഡിങ്ങിന് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ബോച്ചെറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് നമ്മൾ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ഇതിലിങ്ങനെ ഡീറ്റെയിൽസ് കാണാം. അതിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ പാസ്വേഡ്, ഇമെയിൽ ID, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ്, പിന്നെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്, ഇതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ OTP കൂടെ അടിച്ചു കൊടുത്താൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ആ ചായപ്പൊടിയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതിലൊരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റിൽ കാണുന്ന നമ്പർ ഇല്ലേ, അത് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്തിട്ട് സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ബോച്ചെറ്റിയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ അടിച്ചെടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ബോച്ചെറ്റിയുടെ ടിക്കറ്റിൽ തന്നെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നമ്മളൊരു മെസ്സേജ് അയച്ചു കൊടുക്കണം. മെസ്സേജ് ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന പോലെ നിങ്ങളൊരു മെസ്സേജ് അയച്ചു കൊടുത്താൽ മതി. ബോച്ചെറ്റി സ്പേസ് ഞാൻ അടിച്ച് കാണിച്ചു തരാം. ആദ്യം ബോച്ചെറ്റി സ്പേസ്, ഇത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ബോച്ചെറ്റി സ്പേസ്, പിന്നെ അതുപോലെ കൂപ്പൺ നമ്പർ, നമ്മുടെ ചായപ്പൊടിയുടെ പാക്കറ്റിലുള്ള കൂപ്പൺ നമ്പർ സ്പേസ് നമ്മുടെ പേര്, ഫുൾ നെയിം, ഇത് സെർച്ച് ചെയ്തിട്ട് ഇത് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യുക. ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് ലഭിക്കും. ആ മെസ്സേജിൽ ഒരു നമ്പർ ഉണ്ട്. ഈ അടിയിൽ 6923 ആ നമ്പറിൽ അടിയിൽ കാണുന്ന അത് ഇവിടെ അടിച്ചു കൊടുക്കുക. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റ് കോസ്റ്റ് 40 രൂപ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഡെയിലി ഒരു 10-10:30 തോന്നുന്നു ഇതിൻ്റെ ടിക്കറ്റ് നറുക്കെടുപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇത്ര മാത്രം ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ. അപ്പോൾ നമ്മുടെ ആ പേര്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൈസ് അടിക്കുകയാണെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. പ്രൈസ് ഒന്നും അടിച്ചിട്ടില്ലെങ്കിൽ കോൺടാക്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.